ഫ്രാങ്കിസ് റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടത്. ഫ്രാങ്കിസ് റെഡ് ഇത് എക്വഡോർ പലോറയുടെ അതേമാതിരിയുള്ള ഏകദേശം ഉള്ള പ്ലാന്റാണ്. 21 ബ്രിക്സ് വാല്യൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് ഒരു ഓറഞ്ച് കളർ ഫ്രൂട്ടാണ്. പുറമേ ഓറഞ്ചാണ്, ഉള്ളിൽ വൈറ്റാണ്. ഫ്രൂട്ടിൻ്റെ പുറമെ എക്വഡോർ പലോറയുടെ പോലെ മുള്ളൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഇത് തണ്ട് വളരെ കനം കുറഞ്ഞതാണ്, വണ്ണം കുറവാണ്. അത് മാക്സിമം ഇത്രയൊക്കെയാണ് അതിൻ്റെ തണ്ടിൻ്റെ ഏറ്റത്തിൽ കണ്ട തണ്ടൊക്കെ വളരെ വണ്ണം കുറഞ്ഞത്, പെൻസിൽ മാതിരി ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിനെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പം ഇതായിട്ടൊരു ബ്ലാക്ക് ഡ്രാഗൺ അതിൻ്റെ റൂട്ട് സ്റ്റോക്കാക്കി എടുക്കാൻ പോകണം. ഇതുവരെ ബ്ലാക്ക് ഡ്രാഗണിൽ അധികം റൂട്ട് സ്റ്റോക്ക് എടുത്ത് ഗ്രാഫ്റ്റിങ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു ഈ ബ്ലാക്ക് ഡ്രാഗൺ വെറൈറ്റിൻ്റെ കയ്യിലുണ്ട്, അത് ധാരാളമുണ്ട്. ഇതാണ് ബ്ലാക്ക് ഡ്രാഗൺ. ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പക്ഷേ ഇത് കമേഴ്ഷ്യലായിട്ടൊന്നും ഇടാൻ പറ്റിയതല്ല. ഇതൊരു വെറൈറ്റി എന്ന നിലയ്ക്ക് നമുക്ക് വീടുകളിൽ വയ്ക്കാം. ടേസ്റ്റുള്ളതാണ്. ഫ്രൂട്ട് നല്ല ബ്രിക്സ് വാല്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഫ്രൂട്ട് പ്രൊഡക്ഷൻ കുറവാണ്. പക്ഷെ ഇതിപ്പോൾ ഒരു 1.5 വർഷമായതാണ് എൻ്റെ അടുത്ത്. ഇതുമാതിരി അത് ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ 2 വർഷമൊക്കെ ആയാലും നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ തണ്ട് നല്ല സ്ക്വയർ മാതിരി ഇരിക്കുക. 4 വർഷം ഇങ്ങനെ ഉണ്ടാവും. മറ്റേതൊക്കെ 3 വർഷം, 4 വർഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ. അപ്പോൾ ഇതിൽ ഇതിനെ റൂട്ട് സ്റ്റോക്കാക്കി എടുത്തിട്ട് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാനത് പരീക്ഷണം ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂട്ട് സ്റ്റോക്ക്. നമ്മൾ ഈ ഫ്രാങ്കിസ് റെഡാണ് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതാണ് ബ്ലാക്ക് ഡ്രാഗൻ്റെ റൂട്ട് സ്റ്റോക്കാക്കി എടുക്കാൻ പോകുന്നു. ഇതിന് 4 വർഷം ഉണ്ടാവും. ഇതിൻ്റെ മുള വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ വേര് വരാനായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് ഏതാണ്ട് ഏകദേശം 10-20 ദിവസമായി. അപ്പോൾ ഞാൻ വേരൊക്കെ മുള വന്നിട്ടുണ്ട്. വേര് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമുക്ക് എടുത്ത് നോക്കാം. വേര് വന്നില്ലെന്നുള്ളത് അറിയില്ല. വേര് വന്നിട്ടുണ്ട്. വേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമ്മളാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വേരൊക്കെ വന്നത്. 20 ദിവസമായിട്ടുള്ളത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ആഫ്രിക്കനുമാണ് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നതാണ്. ഒരു ഫ്രാങ്കിസ് റെഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണ്ട. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇത് കേടായ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. ഗ്ലാസ് നല്ല കട്ടിങ്ങിന് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ച് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കണേ. ഇതിൻ്റെ മുള്ളിൻ്റെ ഭാഗം കളഞ്ഞിട്ടുണ്ട്. മറ്റുള്ള പ്ലാന്റിൻ്റെ പോലെ ഇതിന് മുള്ള് ഇത്ര ഷാർപ്പല്ല, സോഫ്റ്റാണ്. കളയാൻ എളുപ്പമാണ്. കയ്യിലൊന്നും കയറില്ല. അപ്പോൾ ഈ മുള്ള് കളഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ബ്രാഞ്ച് ചിലപ്പോൾ പുറം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഒടിച്ച് കളഞ്ഞാൽ മതി. മുള്ള് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് മുഴുവൻ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില പ്ലാന്റുകളുടെ അവിടെ നിന്ന് വീണ്ടും മുള പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റൂട്ട് സ്റ്റോക്കിൽ മുള വരികയാണെങ്കിൽ അത് നമ്മൾ എടുത്തി കളഞ്ഞാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനോടൊപ്പം ഇനി ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാം. ഇത് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. 2ഉം ഫ്രാങ്കിസ് റെഡ് തന്നെ ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് ആഫ്രിക്കൻ റൂട്ട് സ്റ്റോക്കിൽ ടൈറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രോത്ത് എത്ര സമയം കൊണ്ട് ഗ്രോത്ത് ആവും എന്നൊക്കെ നമുക്ക് നോക്കട്ടെ. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. യെല്ലോ കളർ, നല്ല ഓറഞ്ച് കളറാണ്. അതിന് മുള്ളുകൾ കാണാം. നല്ല സ്വീറ്റാണ്. ഇതാണ് എൻ്റെ ഫ്രൂട്ട്. നല്ല സ്വീറ്റാണ്. ഓറഞ്ച് നല്ല കളറുകൾ കാണാം. ഉള്ളിൽ വൈറ്റാണ്. മുള്ളുകൾ ഉണ്ട്. മുള്ളുകൾ അടുത്ത് കളഞ്ഞാൽ